ഹായ് ഓൾ, ഏവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജി കെ ആൻഡ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചില ജി കെ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും. അതിനായിട്ട് നമ്മൾ 2023 നടന്ന കമ്പനി ബോർഡ് LGS മെയിൻസ് എക്സാമിൻ്റെ 2023 മെയ്യിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ചോദ്യ പേപ്പറിലെ ചില ചോദ്യങ്ങളാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചതാര്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി ആണ്. പണ്ഡിത രമാഭായി. നമുക്ക് കുറച്ചുകൂടെ വിശദാംശങ്ങളിലേക്ക് പോകാം. പണ്ഡിത രമാഭായി സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു ധീര വനിതയാണ്. നമുക്കറിയാം അല്ലേ? അതുകൂടാതെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും വിധവകളുടെ ഉന്നമനത്തിനുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആര്യ മഹിളാ സമാജം 1882 നവംബർ 30 പണ്ഡിത രമാഭായി ആരംഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് ആര്യ മഹിളാ സമാജം. ഓരോ സ്ത്രീക്കും മാന്യമായ ജീവിതം നയിക്കാൻ അവരെ ശാക്തീകരിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പണ്ഡിത രമാഭായി ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ആര്യ മഹിളാ സമാജം. ഓക്കെ, ആര്യ മഹിളാ സമാജം 1882 നവംബർ 30 പണ്ഡിത രമാഭായി ആരംഭിച്ചു. ഓരോ സ്ത്രീക്കും മാന്യമായ ജീവിതം നയിക്കാൻ ശാക്തീകരിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പണ്ഡിത രമാഭായി ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് രമാഭായി ബോംബെയിൽ ആരംഭിച്ച സ്ഥാപനമാണ് ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിത രമാഭായി ബോംബെയിൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ശാരദാ സദൻ സ്ഥാപിച്ച വർഷം 1889. ശാരദാ സദൻ 1889 സ്ഥാപിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. ബൈബിൾ മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് പണ്ഡിത രമാഭായി. ബൈബിൾ മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് പണ്ഡിത രമാഭായി. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളിൽ പ്രധാനിയുമാണ് ഇദ്ദേഹം. കോൺഗ്രസ് സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വനിതകളിൽ പ്രധാനിയാണ് പണ്ഡിത രമാഭായി. ഈ രണ്ട് പോയിന്റ് കൂടെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ബൈബിൾ മറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി, അതുപോലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളിൽ പ്രധാനിയാണ് പണ്ഡിത രമാഭായി. അപ്പോൾ നമുക്ക് ഇവരെ കുറിച്ച് SCERT-യിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ജ്യോതിറാവു ഫൂലെയെ കുറിച്ച് കൂടി പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. ആദ്യം പണ്ഡിത രമാഭായിയെ കുറിച്ച് നോക്കാം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് രമാഭായിയാണ്. സ്ത്രീകൾ അനുഭവിക്കുന്ന സാമൂഹ്യ അസമത്വങ്ങൾക്കെതിരെ പോരാടി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് രമാഭായിയെ കുറിച്ച് SCERT-യിൽ പറഞ്ഞിട്ടുള്ളത്. ജ്യോതിറാവു ഫൂലെ കൂടെ നമുക്കൊന്ന് വായിക്കാം. ജ്യോതിറാവു ഫൂലെ വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്തു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച അദ്ദേഹം അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകി. ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഫൂലെ സ്ഥാപിച്ച സംഘടനയാണ് സത്യശോധക് സമാജ്. ഓക്കെ, പണ്ഡിത രമാഭായി വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചു. അതിനായിട്ട് ആരംഭിച്ചതാണ് ശാരദാ സദൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് ആരംഭിച്ചതാണ് ശാരദാ സദൻ. കണക്ട് ചെയ്ത് തന്നെ ഓർക്കുക, വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫൂലെ. വിധവകളുടെ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫൂലെ. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള, നേരത്തെ കണ്ട ചോദ്യത്തിലെ ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ആളാണ് ആനി ബസന്റ്. ആനി ബസന്റ് നമുക്കറിയാം, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ്. ഓക്കെ, നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം.
ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1789 മെയ് 21-നാണ്. ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1789 മെയ് 21-നാണ്. അടുത്തത്, ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് പങ്കെടുത്തത് 1893-ലാണ്. 1893 സർവമത സമ്മേളനത്തിൽ പ്രതിനിധാനം ചെയ്ത് പങ്കെടുത്തത് 1893-ലാണ്. ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത വർഷമാണ് 1893. അതായത് ആനി ബെസന്റ് ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം. ആനി ബെസന്റ് ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷമാണ് 1893. ഇനി ആനി ബെസന്റ് ബനാറസിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം, സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം 1898. ആനി ബെസന്റ് ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1898-ലാണ്. ഇനി ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് 1-നാണ്. ആനി ബെസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് 1-നാണ്. ആനി ബെസന്റിന്റെ പ്രധാന പ്രസിദ്ധീകരണ പത്രമായിരുന്നു ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നിവ. ഇതിൽ കോമൺവീലിന്റെ പത്രാധിപരായിരുന്ന വ്യക്തി ആര് എന്ന് കണ്ടിട്ടുണ്ട്? ആനി ബെസന്റ് എന്നാണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നത് ആനി ബെസന്റിന്റെ പ്രസിദ്ധീകരിച്ച പത്രങ്ങളാണ്. അടുത്തത്, ഗാർഡൻ ഓഫ് റിമംബറൻസ്. അടയാറിലുള്ള ഗാർഡൻ ഓഫ് റിമംബറൻസ് ആനി ബെസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. ഗാർഡൻ ഓഫ് റിമംബറൻസ് ഇൻ അടയാർ, അത് ആനി ബെസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. അടുത്ത പോയിന്റ്, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തി, അത് ആനി ബെസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തി ആനി ബെസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റും ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റും ആനി ബെസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്, ഇത് രണ്ടും ആനി ബെസന്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിത ആനി ബെസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിതയാണ് ആനി ബെസന്റ്. നമുക്ക് നോക്കാം. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ അംഗമായത് 1889 മെയ് 21-നാണ്. സർവമത സമ്മേളനത്തിൽ ആനി ബെസന്റ് തിയോസഫിക്കൽ സൊസൈറ്റിയെ പ്രതിനിധാനം ചെയ്ത് ചിക്കാഗോയിൽ പങ്കെടുത്തത് 1893-ലാണ്. 1893 തന്നെയാണ് ആനി ബെസന്റ് ആദ്യമായി ഇന്ത്യയിൽ വന്നത്. അതിനുശേഷം 5 വർഷത്തിന് ശേഷം 1898 ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. ആനി ബെസന്റ് ബനാറസിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത് 1898-ലാണ്. ഇനി പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ആനി ബെസന്റിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം ദക്ഷിണേന്ത്യയാണ് നമ്മൾ പറഞ്ഞു. ആനി ബെസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് കൊണ്ടുവന്നത് 1916 ഓഗസ്റ്റ് 1-നാണ്. ആനി ബെസന്റ് ഇന്ത്യയിൽ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത് 1916 ഓഗസ്റ്റ് 1-നാണ്. ഇനി പ്രധാനപ്പെട്ട പത്രങ്ങൾ ന്യൂ ഇന്ത്യ എന്നതും കോമൺവീൽ എന്നതും ആനി ബെസന്റിന്റെ പ്രസിദ്ധീകരിച്ച പത്രമാണ്. അടുത്തത്, അന്ത്യവിശ്രമ സ്ഥലമാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഗാർഡൻ ഓഫ് റിമംബറൻസ് അടയാറിലുള്ള ഗാർഡൻ ഓഫ് റിമംബറൻസ് ആണ് ആനി ബെസന്റിന്റെ അന്ത്യവിശ്രമ സ്ഥലം. പിന്നീട് നമ്മൾ പറഞ്ഞു, തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തി ആനി ബെസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിതയും ആനി ബെസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ രണ്ടാമത്തെ പ്രസിഡന്റായ വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്, സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, അത് ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച വനിതയും ആനി ബെസന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ആളാരെന്ന് നമുക്ക് നോക്കാം. സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണ്
ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി അദ്ദേഹം ഒരു പരാമർശം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പരാമർശിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം രചിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. സത്യാർത്ഥ പ്രകാശം രചിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഹിന്ദിയിലാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചിട്ടുള്ളത്. അടുത്തത്, വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ. ഇനി ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണെന്ന് PSCയിലെ ചോദ്യ പേപ്പറിൽ തന്നെ ഒരുപാട് തവണ ചോദിച്ച് തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആര്യസമാജം സ്ഥാപിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചിട്ടുള്ള ആര്യസമാജത്തിന്റെ ആപ്തവാക്യം എന്നത് ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക. 1875 ഏപ്രിൽ 10-നാണ് സ്വാമി ദയാനന്ദ സരസ്വതി ബോംബെ കത്തിയവാർ ആസ്ഥാനമാക്കിയിട്ട് ആര്യസമാജം സ്ഥാപിക്കുന്നത്. ബോംബെ കത്തിയവാർ ആസ്ഥാനമാക്കി 1875 ഏപ്രിൽ 10-നാണ് സ്വാമി ദയാനന്ദ സരസ്വതി ആര്യസമാജം സ്ഥാപിക്കുന്നത്. വിഗ്രഹ ആരാധന, അതുപോലെ ശൈശവ വിവാഹം എന്നിവയൊക്കെ എതിർത്ത സംഘടനയാണ് ആര്യസമാജം. വിഗ്രഹ ആരാധന, ശൈശവ വിവാഹം എന്നിവയൊക്കെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം. കൂടാതെ നമുക്ക് 2 പോയിന്റ്സ് കൂടെ പഠിക്കാനായിട്ടുണ്ട്. ഗോരക്ഷിണി സഭ സ്ഥാപിച്ച വർഷം 1882. ഗോരക്ഷിണി സഭ സ്ഥാപിച്ചത് 1882. സ്വാമി ദയാനന്ദ സരസ്വതി ഗോരക്ഷിണി സഭ സ്ഥാപിച്ചത് 1882-ലാണ്. 1882 തന്നെയാണ് പരോപകാരിണി സഭയും രൂപീകരിച്ചത്. അജ്മീരിൽ പരോപകാരിണി സഭ സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച വർഷം 1882. 1882-ൽ 2 സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗോരക്ഷിണി സഭയും അതുപോലെ പരോപകാരിണി സഭ. ഗോരക്ഷിണി സഭയും പരോപകാരിണി സഭയും. നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കാര്യം പറഞ്ഞു. സ്വാമി ദയാനന്ദ സരസ്വതി ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകനാണെന്ന് പറഞ്ഞു. അതുപോലെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം എന്ന് പറഞ്ഞു. സത്യാർത്ഥ പ്രകാശം രചിച്ച ഭാഷയാണ് ഹിന്ദി. ഹിന്ദി ഭാഷയിലാണ് സത്യാർത്ഥ പ്രകാശം രചിച്ചിട്ടുള്ളത്. അടുത്തത്, വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ ആര് എന്നൊരു ചോദ്യം വന്നേക്കാം. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ആര്യസമാജം എന്ന് നമ്മൾ പറഞ്ഞു. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി 1875 ഏപ്രിൽ 10 ബോംബെയിൽ കത്തിയവാർ ആസ്ഥാനമാക്കി സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യസമാജത്തിന്റെ ആപ്തവാക്യം. ആര്യസമാജം വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്ത സംഘടനയാണ്. വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്ത സംഘടനയാണ് ആര്യസമാജം. പിന്നീട് നമ്മൾ പറഞ്ഞു 1882 രൂപീകരിക്കപ്പെട്ടിട്ടുള്ള 2 സഭകളെ കുറിച്ച്. ഗോരക്ഷിണി സഭ. ഗോരക്ഷിണി സഭ ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച വർഷം 1882-ലാണ്. അതുപോലെ അജ്മീരിൽ പരോപകാരിണി സഭ സ്വാമി ദയാനന്ദ സരസ്വതി ആരംഭിച്ചത് 1882-ലാണ്. ഓക്കെ. ഇനി നമുക്ക് ചോദ്യ പേപ്പറുകളിൽ കണ്ടിട്ടുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില പോയിന്റ്സ് കൂടെ നോക്കാം. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം
ആദ്യമായി ഉയർത്തിയത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതി തന്നെയാണ്. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. അടുത്തത്, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ദയാനന്ദ സരസ്വതി. അടുത്തത്, ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയും ദയാനന്ദ സരസ്വതിയാണ്. ഇത് കൂടാതെ സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും ദയാനന്ദ സരസ്വതി തന്നെയാണ്. എന്തൊക്കെയാണ്? സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹിന്ദുമതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ പിതാമഹൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ദയാനന്ദ സരസ്വതിയാണ്. ഹിന്ദി ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അതുകൂടാതെ സ്വരാജ്യ, സ്വഭാഷ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയും സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്കതിൽ നാലാമത്തെ ഓപ്ഷൻ, നമ്മൾ സംസാരിച്ചിട്ടില്ലാത്ത നാലാമത്തെ ഓപ്ഷൻ ആണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നമുക്ക് കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവാണ് സ്വാമി വിവേകാനന്ദൻ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹത്തെ ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ആണ് വിവേകാനന്ദനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, വേദാന്ത ശിരോമണി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണ്. വേദാന്ത ശിരോമണി, വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ജെയിംസ്. വേദാന്ത ശിരോമണി വില്യം ജെയിംസ്, രണ്ടും വായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഓർക്കാവുന്നതാണ്. വേദാന്ത ശിരോമണി എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് വില്യം ജെയിംസ്. യെസ്, വാ വെച്ചൊരു പ്രാസം ഉണ്ടല്ലേ. ഓക്കെ, അടുത്തത്, വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും കണ്ടുമുട്ടിയ വർഷമാണ് 1881. വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും കണ്ടുമുട്ടിയ വർഷം 1881. വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും കണ്ടുമുട്ടിയ വർഷമാണ് 1881. അങ്ങനെയാണെങ്കിൽ വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷമാണ് 1892. അടുത്തത്, വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലമാണ് സെക്കന്ദരാബാദ്. വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലമാണ് സെക്കന്ദരാബാദ് കേട്ടോ. ഓക്കെ, ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ 11 കേട്ടോ. സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത സമ്മേളനത്തിൽ 1893 സെപ്റ്റംബർ 11 വിവേകാനന്ദൻ പങ്കെടുക്കുന്നത്. ഈ ചിക്കാഗോയിലെ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്
ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ്. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ്. ഓക്കെ, ചിക്കാഗോയിലെ ഈ ഒരു സമ്മേളനത്തിന് ശേഷം ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മതസമ്മേളനത്തിലെ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. ഓക്കെ, അടുത്തത് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക്, സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം 1894 ആണ്. 1894 സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിക്കുന്ന വർഷമാണ് 1894. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് സ്വാമി വിവേകാനന്ദനാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. ഇനി വേദാന്ത ശിരോമണി എന്നറിയപ്പെടുന്നത് ആരാണ്? വേദാന്ത ശിരോമണി എന്നറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദനാണെന്ന് നമ്മൾ പറഞ്ഞു. വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ജെയിംസ്. വേദാന്ത ശിരോമണി എന്ന് വില്യം ജെയിംസ് ആണ് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, വിവേകാനന്ദനും അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസരും തമ്മിൽ കണ്ടുമുട്ടിയ വർഷമാണ് 1881. 1881. 18 തിരിച്ചിട്ടാൽ 81. അപ്പൊ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നത് പോലെ ഉണ്ടോ? ഓക്കെ, 1881 വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസരും കണ്ടുമുട്ടിയ വർഷം. ഓക്കെ, വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. 1892 വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്നത്, സ്വാമി വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം നടന്ന സ്ഥലമാണ് സെക്കന്ദരാബാദ്. അത് 1893 കേട്ടോ, അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളൂ. 1893 വിവേകാനന്ദന്റെ ആദ്യ പൊതുപ്രഭാഷണം സെക്കന്ദരാബാദിൽ വെച്ച് നടക്കുന്നത്. ഇനി ചിക്കാഗോയിൽ വെച്ച് ലോക മത സമ്മേളനത്തിൽ പങ്കെടുത്ത കാര്യം നോക്കാം. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുക്കുന്നത്. 1893 സെപ്റ്റംബർ 11. അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ്, ചിക്കാഗോയിലെ സർവമത സമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് അദ്ദേഹം സ്ഥാപിക്കുന്നത് 1894. വിവേകാനന്ദൻ, സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിക്കുന്ന വർഷം 1894. ക്ലിയർ ആണല്ലോ? നമുക്ക് ബാക്കി നോക്കാം. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. അതുപോലെ വിവേകാനന്ദന്റെ പ്രശസ്തമായ പുസ്തകമാണ് മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്നത്. ഓക്കെ, വിവേകാനന്ദന്റെ പ്രശസ്തമായ പുസ്തകമാണ് മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്നത്. അതുപോലെ വിവേകാനന്ദന്റെ പ്രശസ്തമായ വചനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത, അതായത് ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നതുവരെ പ്രവർത്തിക്കൂ എന്നതാണ് വിവേകാനന്ദന്റെ പ്രശസ്തമായ വചനം. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത. ഇനി പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം. വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ എന്നിവ. പ്രധാനപ്പെട്ട വിവേകാനന്ദന്റെ കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ എന്നിവ. ഓക്കെ, പിന്നെ നമുക്കറിയാവുന്നതാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനം. ദേശീയ യുവജന ദിനമാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമെന്ന് നമുക്കറിയാം അല്ലെ? ഓക്കെ, 1985 മുതൽ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ച് വരുന്നു. ഓക്കെ, 1985 മുതലാണ്
ജനുവരി 12 സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് ആചരിച്ച് വരുന്നത്. ഓക്കെ, സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബംഗാളി മാസിക, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. ഉദ്ബോധൻ, സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസികയാണ് ഉദ്ബോധൻ. സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ പുസ്തകമാണ് മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ദി മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്നത് സ്വാമി വിവേകാനന്ദന്റെ പ്രശസ്തമായ പുസ്തകമാണ്. വിവേകാനന്ദന്റെ പ്രശസ്തമായ വചനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത എന്നത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവര നിബോധിത. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ എന്നിവയാണ്. രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ എന്നിവയാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികൾ. ഇവയെല്ലാം തന്നെ ഒരു പ്രാസം ഉള്ളത് കൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും അല്ലേ? ഓക്കെ, ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് 1985 മുതലാണ് ആചരിച്ച് വരുന്നത്. ഇനി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലാണ് സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നത് 1897 ബേലൂർ മഠം, പശ്ചിമ ബംഗാളിലുള്ള ബേലൂർ മഠം ആസ്ഥാനമായാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നത്. നമ്മൾ കുറച്ചു നേരത്തെ സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച മറ്റൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, ഓർക്കാൻ പറ്റുന്നുണ്ടോ? സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 1894 സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ചതിനെ കുറിച്ചാണ്. 1897 സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം വരുന്നത് ബേലൂർ മഠമാണ്. ബേലൂർ മഠം, പശ്ചിമ ബംഗാൾ. ബേലൂർ മഠം, പശ്ചിമ ബംഗാൾ. ഓക്കെ, കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ഈ ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിട്ടുള്ള നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിട്ടുള്ള നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികൾ അറിയപ്പെടുന്ന പേരാണ് കേരള വിവേകാനന്ദൻ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ഓക്കെ, അടുത്തത് സ്വാമി വിവേകാനന്ദന്റെ ഗുരു നമ്മൾ നേരത്തെ പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമഹംസർ. ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു. സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ ആരാണ്? അത് ശരത് ചന്ദ്രഗുപ്തനാണ്. ശരത് ചന്ദ്രഗുപ്തനാണ് സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ. ശരത് ചന്ദ്രഗുപ്തനാണ്. ഇനി സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന വനിതയാണ് സിസ്റ്റർ നിവേദിത. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന വനിതയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമമാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നത്. മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നത് സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തെ കുറിച്ച് പറഞ്ഞു. സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം 1897. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം ബേലൂർ മഠമാണ്, പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠം ആസ്ഥാനമായാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം 1897 വരുന്നത്. ഇനി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. ആഗമാനന്ദ സ്വാമികൾ. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികളാണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരാണ്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ ശരത് ചന്ദ്രഗുപ്തനാണ്. ശരത് ചന്ദ്രഗുപ്തനാണ് സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ. സ്വാമി വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന ഇവിടെ സ്പെല്ലിംഗ് എററുണ്ട്, ഒരു മിനിറ്റ്.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്നത് സിസ്റ്റർ നിവേദിത, വിവേകാനന്ദന്റെ ശിഷ്യയായിരുന്ന വനിതയാണ് സിസ്റ്റർ നിവേദിത. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം, സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ നാമമാണ് മാർഗരറ്റ് എലിസബത്ത് നോബിൾ എന്നത്. മാർഗരറ്റ് എലിസബത്ത് നോബിൾ. ഓക്കെ, അടുത്തത് നോക്കാം. ചക്രവാത സദൃശ്യനായ ഹിന്ദു. ഇനി വിവേകാനന്ദൻ അറിയപ്പെടുന്ന മറ്റു ചില പേരുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചക്രവാത സദൃശ്യനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ചക്രവാത സദൃശ്യനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ച പേരാണ് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നത്. സൈക്ലോണിക് ഹിന്ദു, ചക്രവാത സദൃശ്യനായ ഹിന്ദു. ഓക്കെ, ബ്രാഹ്മണ സന്യാസി, അതുപോലെ പോരാളിയായ പ്രവാചകൻ. ഇനി കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഇനി മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. അതുപോലെ ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത, ഗോ ബാക്ക് ടു ഗീത എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലേ, കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതിയാണ്. അതുപോലെ ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. ഇതുപോലെ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലേ, ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറയുന്നത്, ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ് ആണ്. അതുപോലെ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോ ആണ്. റൂസോ. 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ, വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നത് റൂസോയുടെ വാക്യമാണ്, ബൈബിളിലേക്ക് മടങ്ങുക എന്നത് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതാണ്. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? ചക്രവാത സദൃശ്യനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. ഗീതയിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്ത വ്യക്തിയും സ്വാമി വിവേകാനന്ദനാണ്. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മൾ ആ ചോദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. 4 ഓപ്ഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: വൈകുണ്ഠ സ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ വരുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു എന്നതാണ്. അത് വൈകുണ്ഠസ്വാമിയുടേതല്ല. സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു. അതുപോലെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി, മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇവയെല്ലാം തന്നെ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമുക്ക് വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കാം. വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ഓക്കെ, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അതായത് തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകൾക്ക്
മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും അതുപോലെ മേൽമുണ്ട് ധരിക്കാനുമായിട്ടുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. ഈ ചാന്നാർ ലഹളയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ ആണല്ലോ. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്നതാണ് സമപന്തി ഭോജനം. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത് വെണ്ണീജ ഭരണം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള അവരുടെ എതിർപ്പ്, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ വിമർശിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വെണ്ണീജ ഭരണം വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ വിമർശിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അഖിലത്തിരുട്ട്, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ചാന്നാർ ലഹളയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെ വിമർശിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ്, വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് നോക്കാം. വൈകുണ്ഠ സ്വാമികളുടെ ജനനം 1809 കേട്ടോ. 1809 മാർച്ച് 12-നാണ്. 1809 മറ്റെന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അമൃത്സർ ട്രീറ്റി എന്നായിരുന്നു. ട്രീറ്റി ഓഫ് അമൃത്സർ നടന്നത് 1809 അതുപോലെ 1809 എന്താണ്? കുണ്ടറ വിളംബരം. 1809 കുണ്ടറ വിളംബരം, അതുപോലെ ട്രീറ്റി ഓഫ് അമൃത്സർ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടെ ജനനം 1809 മാർച്ച് 12-നാണ്. വൈകുണ്ഠ സ്വാമികളുടെ ജന്മസ്ഥലം സ്വാമിത്തോപ്പാണ്, സ്വാമിത്തോപ്പ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുത്തുക്കുട്ടിയാണ്, മുത്തുക്കുട്ടി. മുത്തുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം. അതുപോലെ അദ്ദേഹത്തിന്റെ മരണം 1851 ജൂൺ 3-നാണ്, ജൂൺ 3-ന്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളുടെ ജനനം 1809 മാർച്ച് 12, ജന്മസ്ഥലം സ്വാമിത്തോപ്പ്. അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം മുത്തുക്കുട്ടി എന്നാണ്, മുത്തുക്കുട്ടി. മരണം 1851 ജൂൺ 3-ന്. ഇനി അതുപോലെ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് എന്ന് ചോദ്യം വരികയാണെങ്കിൽ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, ഇനി സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. വൈകുണ്ഠ സ്വാമികളുടെ ജനനം 1809 മാർച്ച് 12, ജന്മസ്ഥലം സ്വാമിത്തോപ്പ്, ബാല്യകാല നാമം, വൈകുണ്ഠ സ്വാമികളുടെ ബാല്യകാല നാമം മുത്തുക്കുട്ടി, മരണം 1851 ജൂൺ 3. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അടുത്തത് നോക്കാം.
സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ്. ശിങ്കാരത്തോപ്പ്. ഓക്കെ. സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ്. അപ്പൊ ഈ ഓരോ വേർഡ്സും ശ്രദ്ധിക്കാട്ടോ. സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ്. ഇനി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചതാണ് സമത്വ സമാജം. സമത്വ സമാജം. സമത്വ സമാജം സ്ഥാപിക്കുന്നത് 1836-ലാണ്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ വർഷമാണ് 1836. അടുത്തത് ഊഴിയവേല. ഊഴിയവേല നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാരാണ്? ഊഴിയവേല നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഊഴിയവേല എന്നത് ഒരു അടിമപ്പണിയാണ് കേട്ടോ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അടുത്തത് ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ദേവദാസി എന്ന സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ദേവദാസി. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. ഇനി 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1833 ശുചീന്ദ്രം രഥോത്സവം. ആ സമയത്ത് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്. ഓക്കെ. സമത്വ സമാജം എന്ന് പറഞ്ഞു എല്ലാം ഒന്നായിട്ട് കാണുക എന്നുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് ഇവയെല്ലാം തന്നെ വൈകുണ്ഠ സ്വാമികളാണ് എന്ന് കണക്ട് ചെയ്ത് ഓർക്കാവുന്നതാണ്. സമത്വ സമാജം, ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്. ഓക്കെ. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? സ്വാതി തിരുനാളിന്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരത്തോപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സമത്വ സമാജം. സമത്വ സമാജം 1836 നമ്മൾ പറഞ്ഞു. 1836 സമത്വ സമാജം. പിന്നെ ഊഴിയവേല. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് നമ്മൾ പറഞ്ഞു. ദേവദാസി. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി എന്ന സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. 1833 ശുചീന്ദ്രം രഥോത്സവത്തില് അവർണ്ണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് SCERT ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അയിത്തത്തിനെതിരെ കിണറുകൾ. അയിത്തത്തിനെതിരെ കിണറുകൾ. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. കന്യാകുമാരിയിലെ ശാസ്താംകോയിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടവർക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തമെന്ന ദുരാചാരത്തെ വൈകുണ്ഠ സ്വാമികൾ വെല്ലുവിളിച്ചു. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ്ണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. നമ്മൾ പറഞ്ഞു അല്ലേ, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണെന്ന് പറഞ്ഞു. കൂടാതെ അദ്ദേഹം മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ.
തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമികളുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീജ ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഓക്കെ, ഇനി SCERT-യിൽ കൊടുത്തിട്ടുള്ള മറ്റൊരു ഭാഗം കൂടി നമുക്ക് നോക്കാം. വൈകുണ്ഠസ്വാമികളെ കുറിച്ച്. പ്രസ്ഥാനം സമത്വ സമാജം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാന പ്രസിദ്ധീകരണങ്ങൾ അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളുടെ പരിഷ്കാരങ്ങൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്: AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു? ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്നത്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ. അപ്പൊ നമുക്ക് AK ഗോപാലനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് നോക്കാം. കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 32. പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 32. 1935-ലെ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. 1935-ലെ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് AK ഗോപാലൻ. കോഫി ഹൗസിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടിട്ടില്ലേ ഫ്രണ്ടിൽ AK ഗോപാലന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട്? ഓർക്കുക, ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ. ഇത് ഒരുപാട് തവണ PSC തന്നെ ഒരുപാട് തവണ ചോദിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ എന്നറിയപ്പെടുന്നത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് AK ഗോപാലൻ. അപ്പൊ നമ്മൾ പറഞ്ഞു AK ഗോപാലൻ കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണി ജാഥ നടത്തി. എന്തിനായിരുന്നു പട്ടിണി ജാഥ? മലബാറിലെ ജനജീവിതത്തിന്റെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടാണ് പട്ടിണി ജാഥ നടത്തിയത്. കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു പട്ടിണി ജാഥ. അതാണ് നമ്മുടെ ചോദ്യം, എവിടം തൊട്ട് എവിടം വരെ ആയിരുന്നു എന്ന്. കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചത്. നേതൃത്വം നൽകിയത് AK ഗോപാലൻ. പട്ടിണി ജാഥ AK ഗോപാലൻ, കണ്ണൂർ മുതൽ മദ്രാസ് വരെ. ഓക്കെ, പട്ടിണി ജാഥയിൽ പങ്കെടുത്തവരുടെ എണ്ണം 32 ആണ് നമ്മൾ പറഞ്ഞു. പട്ടിണി ജാഥയിൽ പങ്കെടുത്തവർ 32. 1935-ലെ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകിയത് AK ഗോപാലനാണ്. 1935-ലെ തിരുവണ്ണൂർ കോട്ടൺ മിൽ സമരത്തിന് നേതൃത്വം നൽകി. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചു. അതുപോലെ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയാണ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ
വോളണ്ടിയർ ക്യാപ്റ്റൻ, പാവങ്ങളുടെ പടത്തലവൻ. ഇവ രണ്ടും AK ഗോപാലനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും അത്യാവശ്യം നന്നായി തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എല്ലാവരുടെ പഠനവും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.